ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ EV വണ്ടികളെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ആദ്യത്തെ ഞാനൊരു ഒല ഹൈപ്പർ ചാർജിങ്ങിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് KSEB പോസ്റ്റ് ചാർജിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെയും വീഡിയോ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. ഈ സീരീസിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നിങ്ങൾ EV വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഒല സ്കൂട്ടറാണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞിരിക്കുകയാണ്. 1 മന്തിൽ ഞാൻ 2000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ EV നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു എക്സൽ ഷീറ്റും ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ എത്ര കിലോമീറ്ററാണ് പോകാനുള്ളത്, എന്തൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ വണ്ടിയുടെ മൈലേജ്, പെട്രോൾ ചാർജസ് കറൻ്റ്ലി, അതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എൻ്റെ വണ്ടീനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒല S1 Pro Gen 2 ആണ്. അപ്പോൾ ഇതിന് കമ്പനി പറയുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഡെയിലി ഒരു 100 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2000 കിലോമീറ്റർ ആകെ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ചാർജ് ചെയ്യും, ഡെയിലി ഫുൾ ചാർജ് ചെയ്യും. അപ്പോൾ ഡെയിലി ഫുൾ ചാർജ് ചെയ്തിട്ട് ഞാൻ കമ്പനി പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് പിന്നെയും ഒരു റിമൈനിങ് ഒരു 40 കിലോമീറ്റേഴ്സ് കാണിക്കും. അപ്പോൾ ഏകദേശം നമുക്കൊരു 140 കിലോമീറ്റേഴ്സ് ഇതിന് പറയാം. പക്ഷേ ഈ 40 കിലോമീറ്റേഴ്സിൽ ഒരു ലാസ്റ്റ് 24 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഇക്കോ മോഡിൽ പോകും. ഇക്കോ മോഡ് എന്ന് പറയുമ്പോൾ ആകെ 41 കിലോമീറ്റേഴ്സ് പെർ അവറിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അതെന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 120 അല്ലെങ്കിൽ ഒരു 115 റേഞ്ച് നമുക്ക് നോർമൽ മോഡിൽ ഓടിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് EV ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു EV സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു EV വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിൻ്റെ പവർ, എയറാണ്. അപ്പോൾ ഈ എയറും പവറും ആണ് EVയുടെ റേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. അപ്പോൾ എയർ കുറവാണെങ്കിൽ പവർ കൂടുതലെടുക്കും, പെട്ടെന്ന് റേഞ്ച് ഡൗൺ ആവും. അതുപോലെ തന്നെ പവർ കൂടുതൽ, ഇപ്പോൾ നമ്മൾ സിഗ്നലിൽ നിന്നും ഇതിലൊക്കെ പെട്ടെന്ന് പവർ ഒക്കെ കൊടുത്ത് പോവുകയാണെങ്കിലും പെട്ടെന്ന് റേഞ്ച് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, ഒലയുടെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇവിടെ പവർ. ഈ പവർ നമ്മൾ 1 to 1.5 കിലോ വാട്ടിന് ഉള്ളിൽ നമ്മൾ പിടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിക്കുന്ന അതേ റേഞ്ച് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൽ റേഞ്ച് കിട്ടുന്നില്ല എന്ന്. പക്ഷേ നമ്മൾ ഈ പവർ ഒരു 1 to 1.5 താഴെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ റേഞ്ച് കിട്ടും. പിന്നെ ഈ 1 to 1.5 കിലോ വാട്ട് പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തീരെ സ്ലോ ആയിട്ട് പോകാം. തീരെ സ്ലോവേ അല്ല. ഇത് ഒരു ഗ്രാജുവലി കയറ്റി കൊണ്ടുവരിക, ആക്സിലറേഷൻ അങ്ങനെ കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 60 കിലോമീറ്റർ പെർ അവറിൽ വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പവറൊന്നും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് മാക്സിമം റേഞ്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഫുൾ ചാർജ് വരുന്നത് ഏകദേശം ഒരു 6 hours ടോട്ടൽ. ഇവർ മെയിൻലി പറയുന്നൊരു കാര്യമുണ്ട്, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്തിരിക്കണം. എന്നാലാണ് ആ ബാറ്ററിയുടെ മാക്സിമം ഹെൽത്ത് കിട്ടുക.
അപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ 2 times ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ EV എടുക്കാൻ റെഡിയല്ല എന്നാണ്. കാരണം നമുക്ക് അത്രയും ഓട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ EV എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷൻ വൈസ് എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ റൈഡാണ്. കാരണം ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന വണ്ടി മാസ്ട്രോ ആണ്, ഹീറോയുടെ മാസ്ട്രോ എഡ്ജ്. അതിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഇപ്പോൾ ജെർക്കുകളും കുലുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കംപ്ലീറ്റ്ലി ഇല്ലാതായി എന്ന് തന്നെ പറയാം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ബഗ്സ് ആൻഡ് സർവീസിനെ പറ്റിയാണ്. അപ്പോൾ എനിക്ക് മെയിൻലി ഇതിൽ ബഗ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ 1 month യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 1 monthനുള്ളിൽ എനിക്ക് കാര്യമായിട്ടുള്ള ബഗ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് 1 or 2 times എന്ന് വിചാരിക്കുന്നു ഞാൻ ചാർജ് ചെയ്ത് അൺപ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പവർ ബട്ടൺ ഞെക്കിയിട്ട് ഓൺ ആവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓൺ ആവാതെ വന്ന സമയത്ത് ഞാൻ റീസെറ്റ്, അതായത് പവർ ബട്ടൺ പ്ലസ് റിവേഴ്സ് ഗിയറിൻ്റെ 2 സ്വിച്ചും കൂടെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പോൾ അങ്ങനെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ഓണായി, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാസത്തിൽ സർവീസ് വരേണ്ടതല്ല. പക്ഷേ ഞാൻ ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബാക്ക് ടയറിൽ എയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സർവീസ് സെയിൽസ്മാൻ, ഞാൻ ചാലക്കുടി പോട്ടയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തത്, ഡെലിവറി എടുത്തത്. അപ്പോൾ അവിടുത്തെ സെയിൽസ് പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടികൾക്ക് അങ്ങനെ എയർ ഇല്ലാതെ വരാറുണ്ട്. കാരണം കുറേ ട്രാവൽ ചെയ്ത് കർണാടകത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പോൾ എയർ അടിച്ച് വന്ന് വിട്ടു, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് റേഞ്ചൊക്കെ കട്ടായി, വണ്ടി പെട്ടെന്ന് ബാറ്ററി ലോ കാണിച്ചു. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ അടുത്തുള്ളൊരു പമ്പിൽ കൊണ്ടുപോയി ഇത് പ്ലഗ് ചെയ്ത് ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ ബാക്ക് ടയറിൽ ആദ്യം എയറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്, എയർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എയർ ഇല്ലെങ്കിൽ പെട്ടെന്ന് റേഞ്ച് കുറയും. അപ്പോൾ ഇതുകൊണ്ടാണ് എൻ്റെ റേഞ്ച് കുറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് എയർ അടിച്ചു, അത്യാവശ്യത്തിനുള്ള ചാർജ് ചെയ്തു, വന്നു, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ആദ്യം ഒരു 3 days ഇടവിട്ട് ഈ എയർ കുറയുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ എയർ അടിച്ചു കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് ചാലക്കുടിയിലെ സർവീസ് സെൻറ്ററിൽ പലതവണ പോയി. അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെയിൻ ഒരു സർവീസ് സെൻ്റർ അല്ല, വെറുതെ സെയിൽസിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു ടെക്നീഷ്യൻ ഉണ്ട്. വളരെ മോശം എക്സ്പീരിയൻസ് എന്ന് പറയാമല്ലോ, വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടെക്നീഷ്യൻ്റെ. നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു പോയിട്ട് ചെക്ക് ചെയ്ത് പുറത്തുനിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരണമെന്ന്. അപ്പോൾ ഞാൻ കസ്റ്റമർക്ക് സർവീസിൽ പലതവണ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒലയിൽ തന്നെ ചെന്നാൽ മതി, അവർ ശരിയാക്കി തരുന്നതാണ്. പക്ഷേ ഇവർ യാതൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവിടെ ചെന്ന് പലതവണ പറഞ്ഞു, ഓരോ തവണയും അടുത്ത ദിവസമാവാം മറ്റേ ദിവസമാവാം ഇങ്ങനെ പറഞ്ഞു വിട്ടു. കഴിഞ്ഞ് പിന്നെ ടയറ് വന്നിട്ടില്ല, വരുമ്പോൾ മാറ്റിത്തരാം, അങ്ങനെ പല പല ഇഷ്യൂസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം നേരിട്ട് തൃശ്ശൂരിലെ സർവീസ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഡേ രാവിലെ വരാൻ പറഞ്ഞു. അതിന് ഞാൻ രാവിലെ ചെന്നു. രാവിലെ തൊട്ടിരുന്ന് ഞാൻ ഒരു രാവിലെ എന്ന് വെച്ചാൽ ഒരു 11:30 ആയപ്പോഴാണ് എത്തിയത്. തൃശ്ശൂർക്ക് എനിക്കൊരു 34 kilometers ഉണ്ട്. അപ്പോൾ അതൊക്കെ ട്രാവൽ ചെയ്ത് ഞാൻ അവിടെ എത്തി. ഞാൻ 11:30 തൊട്ട് വെയിറ്റ് ചെയ്തിട്ട് അവർ സർവീസ് ടിക്കറ്റും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് അവർ ഓൾഡ് പീപ്പിളിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ടിക്കറ്റ് സിസ്റ്റം ഇല്ലാത്തതെന്ന്. കാരണം അവർക്ക് ബുക്ക് ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഫൈൻ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു 7 മണിക്കാണ് ക്ലോസിങ്. അപ്പോൾ ഒരു 5:30 ആയിട്ട് എടുക്കണ കാണാനില്ല. അപ്പം ഞാനവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. പല ഒല കസ്റ്റമേഴ്സായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ അവരുടെ പല കംപ്ലയിൻറ്റ്സ് കേൾക്കാൻ പറ്റി.
പല കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും ഒരു ലാസ്റ്റ് ചാലക്കുടിയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എന്താണ് ഇനി നെക്സ്റ്റ് ടൈം വരാൻ പറ്റില്ല, ഇത് 2ാമത്തെ ദിവസമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സർവീസിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവർ കണ്ടുപിടിച്ചു ഈ എയർ ലീക്കേജ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. അവർ അടുത്തുള്ള ഷോപ്പിലേക്ക് അവിടെ ടയർ സർവീസുകളില്ല, അപ്പോൾ ടയർ ഊരി നെക്സ്റ്റ് ടയർ പഞ്ചർ ഷോപ്പിൽ പോയി അവർ പുതിയ ടയർ റീപ്ലേസ് ചെയ്ത് തരാണ് ചെയ്തത്. ഇതിന് എൻ്റെ നിന്ന് ഒരു കാശും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഡേ തൊട്ട് ഓഫീസിൽ പോയി എനിക്ക് യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അതാണ് എൻ്റെ സർവീസ് റിലേറ്റഡ് ഇഷ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് സർവീസ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർവീസിന് നമ്മൾ അവിടെ ഇരുന്നില്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വിടുകയാണെങ്കിൽ അവർ ആ വണ്ടി ഒന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവിടെ വെച്ചിരിക്കും. എന്നിട്ട് കുറച്ച് ചൂടാവുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇച്ചിരി ധൃതി കൂട്ടുന്ന കസ്റ്റമേഴ്സ് അവരുടെയാണ് വണ്ടികൾ തീർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ പേര് എയ്ത്തർ, ഓല ഇതൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയ്ത്തർ, ഓല ഒക്കെ കമ്പയർ ചെയ്ത് എനിക്ക് അങ്ങനെ പേഴ്സണലി നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എയ്ത്തർ, ഓല ഓലയ്ക്ക് കുറേ കംപ്ലയിൻറ്റ്സ് ഓൺലൈൻ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓല ഇന്ത്യയിൽ ജാൻ-ഫെബിൻ്റെ ഞാൻ കണക്ക് കാണിക്കാം. അപ്പോൾ ജാൻ-ഫെബിൻ്റെ കണക്ക് കാണിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മാസം ഒരു 30,000 അല്ലെങ്കിൽ 33,000 പേരാണ് ഒല മേടിക്കുന്നത് ഇന്ത്യയിൽ. അതേസമയം എയ്ത്തർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 3,000 പേരെ മേടിക്കുന്നുള്ളൂ ഒരു മാസത്തിൽ. അപ്പോൾ ആ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഒല ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ എയ്ത്തറിന് കംപ്ലയിൻ്റേ ഇല്ല എന്നല്ല, എയ്ത്തറിനും കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3,000 സ്കൂട്ടേഴ്സ് സർവീസ് ചെയ്യുന്നതും 30,000 സ്കൂട്ടേഴ്സ് സർവീസ് ചെയ്യുന്നതും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗ്യാപ്പ് വരുന്നത്. എയ്ത്തറിന് നമ്മൾ അത്രയും കംപ്ലയിൻറ്റ്സ് കാണാത്തത്. കമ്പാരിറ്റീവ്ലി ഏതെടുത്തു കഴിഞ്ഞാലും EV ഒരു 3 years ആയിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ EVക്ക് കംപ്ലയിൻറ്റ് വരാം. അത് റിസോൾവ് ചെയ്യാനായിട്ട് ഇനിയും ചിലപ്പോൾ ഒരു 2-3 years എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സൽ ഷീറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് യെസ് എന്ന് 2 yes ഉണ്ട്. അത് ഒരെണ്ണം ഇയേഴ്സ് കണക്കാക്കിയിട്ടാണ്, ഒരെണ്ണം കിലോമീറ്റർ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ബാറ്ററി വാറണ്ടി അവർ ഇപ്പോൾ ഈ വണ്ടിക്കാണെങ്കിൽ എനിക്ക് 80,000 കിലോമീറ്റേഴ്സ് ഓർ 8 years എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 8 years എനിക്ക് വാറണ്ടി ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. 80,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാറണ്ടി കഴിയും. അപ്പോൾ ഈ 80,000 എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്കൊരു 2.5 yearsനുള്ളിൽ 80,000 കിലോമീറ്റേഴ്സ് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എക്സൽ ഷീറ്റ് വെച്ച് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മേടിക്കണോ വേണ്ടയോ എന്നുള്ള ഉത്തരം കിട്ടും. ഇനി ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു വൺ സൈഡ് 35 കിലോമീറ്റേഴ്സിന് എബവ് ഓടിക്കാനുള്ള ആൾക്കാരാണ് ഇപ്പോൾ EV ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ല 35-ന് താഴെയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ EV എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ നോർമൽ സ്കൂട്ടേഴ്സ് തന്നെ യൂസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് എല്ലാ നിങ്ങളുടെ EV ഉള്ള സുഹൃത്തുക്കൾക്കും EV വാങ്ങിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച എൻ്റെ വൈഫ് അന്ന ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാണ്. അപ്പോൾ ആള് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വലിച്ചു നീട്ടിയുള്ള സംസാരം ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവരും ഈ കമൻറ്റിന് ഒരു ലൈക്കും കൂടെ കൊടുക്കണം. എന്നാലേ ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സീ യു.